രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം ഉമ്മൻചാണ്ടിയുടെ 2ാം ചരമവാർഷികത്തിനായി പുതുപ്പള്ളിയിൽ എത്തിയിരുന്നു. അദ്ദേഹം നടത്തിയ ഒരു പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞ രാഷ്ട്രീയം ഇപ്പോൾ വലിയ ചർച്ചയായി വന്നിരിക്കുകയാണ്. അദ്ദേഹം BJPയെയും അല്ലെങ്കിൽ RSSനെയും CPMനെയും താൻ ഒരുപോലെ എതിർക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. രണ്ട് പ്രത്യയശാസ്ത്രങ്ങളെയും താൻ എതിർക്കുന്നു എന്ന് അദ്ദേഹം പറയുകയുണ്ട്. പക്ഷേ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി അദ്ദേഹം CPMനൊപ്പം ചേർന്ന് നിന്നാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് കൂടി നമ്മൾ ഓർക്കുക. ഇതാണ് വലിയ ചർച്ചയായി വന്നിരിക്കുന്നത്. പ്രത്യേകിച്ചും CPM നേതാക്കളും പ്രവർത്തകരുമൊക്കെ രാഹുൽ ഗാന്ധിക്കെതിരെ വാളോങ്ങിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ദൗസാബ്, ഇതിപ്പം ഈ സമീകരണം അത്രത്തോളം ശരിയാണോ? CPMും RSSും ഒരുപോലെ എതിർക്കപ്പെടേണ്ട പാർട്ടിയാണ് എന്ന് കേരളത്തിൽ വന്നുകൊണ്ട് ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവ് പറയുന്നതിൽ എന്തോ ഒരു പ്രശ്നമില്ലേ? അല്ല, ഒന്നാമത് അങ്ങനെ സമീകരണം രാഹുൽ ഗാന്ധി നടത്തിയെന്ന് പറയുന്നത് എന്ന് വ്യാഖ്യാനിക്കുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അദ്ദേഹം പറയുന്നത് എന്താണ്, ഐ വിൽ ഫൈറ്റ് CPM ആൻഡ് RSS ആൻഡ് CPM ഐഡിയോളജിക്കലി എന്നാണ്. അതിൻ്റെ അർത്ഥം RSSും CPM ഒരേ മാതിരി എന്നല്ല. RSSൻ്റെയും CPMൻ്റെയും ഐഡിയോളജിയെ കൂടെ ഞാൻ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. RSS അതിനർത്ഥം RSSൻ്റെയും CPMൻ്റെയും ഐഡിയോളജി ഒന്നാണെന്നുള്ളതല്ല. RSSൻ്റെയും CPMൻ്റെയും ഐഡിയോളജി കോൺഗ്രസിൻ്റെ ഐഡിയോളജിയിൽ നിന്ന് വ്യത്യസ്തമാണെന്നുള്ളതാണ്. അപ്പോൾ RSSനെ ഞങ്ങളെ RSS ആക്കി എന്ന നിലക്കാണ് CPMൻ്റെ കേരളത്തിലെ ചില ആളുകൾ അതിനെ എടുക്കുന്നതിനെ പ്രചരിപ്പിക്കുന്നത്. പക്ഷേ MA ബേബിയുടെ പ്രസ്താവനയിൽ അത്ര രൂക്ഷമല്ല. എന്താണ്, എന്തൊരു അലസമായ ഒരു പ്രസ്താവന, അശ്രദ്ധമായ പ്രസ്താവന എന്നുള്ള നിലക്കാണ് MA ബേബി അതിനെടുക്കുന്നത്. അപ്പോൾ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ സെൻട്രിസ്റ്റ് പാർട്ടിയാണ്. RSS എന്ന് പറഞ്ഞാൽ ഒരു റൈറ്റ് വിങ് പാർട്ടിയാണ്. CPM എന്ന് പറയുന്നത് ഒരു ലെഫ്റ്റ് വിങ് പാർട്ടിയാണ്, ലെഫ്റ്റിസ്റ്റ് പാർട്ടിയാണ്. അപ്പോൾ ഒരു സെൻട്രിസ്റ്റ് പാർട്ടി, ഒരു റൈറ്റ് വിങ് പാർട്ടി, ഒരു ലെഫ്റ്റിസ്റ്റ് പാർട്ടി, ഇത് മൂന്നും തമ്മിൽ ഐഡിയോളജിക്കലി ഡിഫറെൻ്റ് ആണ്. അത് വളരെ പ്രാഥമികമായുള്ളൊരു കാര്യമാണല്ലോ. അപ്പോൾ ഒരു സെൻട്രിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചും സ്വാഭാവികമായിട്ടും റൈറ്റിനോടും ലെഫ്റ്റിനോടും അവരെന്താണ്, ഐഡിയോളജിക്കലി ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. അതൊരു വസ്തുതയാണ്. അപ്പോൾ ഐ വിൽ ഫൈറ്റ് ഇപ്പോൾ CPM ആൻഡ് RSS ഐഡിയോളജിക്കലി എന്ന് പറയുമ്പോൾ CPMും RSSും ഒരേ മാതിരിയാണ് എന്നല്ല അതിൻ്റെ അർത്ഥം. എനിക്കതിനോട് ഐഡിയോളജിക്കൽ ഡിഫറൻസ് ഉണ്ട്, ഞാനത് ഫൈറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് അദ്ദേഹം പറയേണ്ടതുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ വേറെ വിഷയമാണ്. ഞാൻ പറഞ്ഞത് അത് CPMനെയും RSSനെയും സമീകരിക്കുകയാണ് എന്ന വ്യാഖ്യാനം ശരിയല്ല. ഇനി പ്രായോഗിക രംഗത്ത് അദ്ദേഹം എന്താണ് എടുക്കുന്ന സമീപനം എന്നുള്ളത് നമുക്കറിയാം. ഒരാഴ്ച മുമ്പാണ് ഇതേ രാഹുൽ ഗാന്ധിയും MA ബേബിയും ഒരൊറ്റ സ്റ്റേജിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. എവിടെ? പാട്നയിൽ ഈ എന്താണ് വോട്ട് തെഫ്റ്റ് എന്ന് രാഹുൽ ഗാന്ധി ആരോപിക്കുന്ന ആ വാക്ക് ശ്രദ്ധിക്കണം. അവിടുത്തെ ഈ സ്ക്രൂട്ടിനി, മൾട്ടി ലെവൽ സ്ക്രൂട്ടിനിക്കെതിരെ ഒരു വലിയ റാലി സംഘടിപ്പിക്കുകയാണ്, സംയുക്ത റാലി. RJDയും CPIM, CPI, കോൺഗ്രസ്. അവിടെ ആ വേദിയിൽ നമ്മൾ രാഹുൽ ഗാന്ധിയെ കാണുന്നു, MA ബേബിയെ കാണുന്നു. അപ്പോൾ പ്രായോഗിക രംഗത്ത് ആ BJP RSS പ്രോജക്റ്റിനെതിരായ സമരത്തിൽ കോൺഗ്രസ് പുറകോട്ട് പോയില്ല, രാഹുൽ ഗാന്ധി പുറകോട്ട് പോയി നമുക്ക് കാണാനേ പറ്റില്ല. എന്ന് മാത്രമല്ല, ഇന്ത്യ മുന്നണിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വക്താവ് രാഹുൽ ഗാന്ധി തന്നെയാണ്. അദ്ദേഹം അത് രൂപീകരിക്കുന്ന അദ്ദേഹത്തിന് വളരെ പ്രധാന പങ്കുണ്ട്. അത് മാത്രമല്ല, ഇപ്പോൾ രാജസ്ഥാനിൽ ഒരു സീറ്റ് CPMന് കോൺഗ്രസ് കൊടുക്കുന്നുണ്ട്, ഇന്ത്യ മുന്നണി കൊടുക്കുന്നുണ്ട്. അമ്രാറാം എന്ന് അവിടെ വിജയിക്കുന്നു. CPMന് ഏതെങ്കിലും നിലക്ക് അങ്ങനെ ഒരു രാജസ്ഥാനിൻ്റെ ലോക്സഭാ സീറ്റിൽ ഒറ്റയ്ക്ക് വിജയിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? പറ്റില്ല. എന്ന് മാത്രമല്ല, CPM അത്ര വലിയൊരു ശക്തിയല്ല. പക്ഷേ ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ഒരു ക്യാൻവാസിനകത്ത് CPMനെ പരിഗണിക്കേണ്ട വിധം കോൺഗ്രസ് പരിഗണിച്ചിട്ടുണ്ട്. അത് നമ്മൾ കാണേണ്ട കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന സംവിധാനം ഇല്ലാതാകുന്നില്ല. രാഹുൽ ഗാന്ധിക്ക് അതിൽ താല്പര്യം, അത്തരം വ്യാഖ്യാനങ്ങൾക്കൊന്നും പ്രസക്തിയില്ല. ഇദ്ദേഹം ഇങ്ങനൊരു പ്രസ്താവന നടത്തുമ്പോൾ ഒരു പക്ഷേ BJPക്ക് അത് ഉപയോഗിക്കാൻ പറ്റും, BJP അത് ഉപയോഗിക്കുമായിരിക്കും. പക്ഷേ അതേസമയം അതൊരു CPMനെയും RSSനെയും സമീകരിക്കുകയാണ്. രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ ഈ പറയുന്ന ഇന്നത്തെ കാലത്ത് ഈ ഫാസിസ്റ്റ് ഭരണകാലത്തുള്ള ഒരു രാഷ്ട്രീയ ധിഷണയുടെ അഭാവമാണ് എന്നൊക്കെ പറഞ്ഞതിനെ വിമർശിക്കുന്നത് കവിഞ്ഞ വായനയാണ്. ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം ഇപ്പം നിലനിൽക്കുന്ന ഈ RSS എന്ന് പറയുന്ന ഏർപ്പാട് അതൊരു ഫാസിസ്റ്റ് പ്രൊജക്റ്റാണ് എന്ന് നല്ല ക്ലാരിറ്റിയോടുകൂടി എല്ലാ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളാണ് ആര്? രാഹുൽ ഗാന്ധി. നമുക്ക് അദ്ദേഹത്തെ പോലെ അതിൽ ഇത്ര വ്യക്തതയോടെ സംസാരിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവിന് ഇന്ത്യയിലില്ല. ഇപ്പം മല്ലികാർജുൻ ഖഡ്ഗെയും അതേമാതിരി സംസാരിക്കുന്ന നമ്മൾ കാണുന്നുണ്ട്. ഇപ്പുറത്ത് CPMൻ്റെ ക്യാമ്പിൽ എന്താ നടക്കുന്നത്? ഇത് ഫാസിസ്റ്റാണോ അല്ലയോ എന്നുള്ള തർക്കമാണ് അവിടെ നടക്കുന്നത്. മധുരയിൽ എന്താ നടന്നത്? ഇത് ഫാസിസ്റ്റാണോ നിയോ ഫാസിസ്റ്റാണോ എന്ന തർക്കമാണ്. എന്നിട്ട് അവസാനം അവർ എത്തിയ തീർപ്പ് എന്താണ്? നിയോ ഫാസിസ്റ്റ് ടെൻഡൻസീസ് ആണ്. ഇത് ഫാസിസ്റ്റും അല്ല, നിയോ ഫാസിസ്റ്റും അല്ല, നിയോ ഫാസിസ്റ്റ് ടെൻഡൻസിയുള്ള ഒരു സംഗതിയാണ് ഇതെന്നുള്ളതാണ്. അപ്പോൾ ഒരു ഭാഗത്ത്
നോക്കൂ, ഇതൊരു ഫാസിസ്റ്റ് റെജീമാണ്, ഇതൊരു ഫാസിസ്റ്റ് ഔട്ട്ഫിറ്റാണ് എന്ന് കൃത്യതയോടെ പറയുകയും എല്ലാ ദിവസവും അതിനെതിരെ ആ ഭാഷയിൽ തന്നെ സംസാരിക്കുകയും ചെയ്യുന്ന രാഹുൽ ഗാന്ധി ഇപ്പുറത്ത് ഇത് ഫാസിസ്റ്റാണോ അല്ലയോ എന്നതിനെക്കുറിച്ച് സൈദ്ധാന്തിക തർക്കത്തിലേർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടി. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ ഇതെന്താണ് രാഹുൽ ഗാന്ധി ഫാസിസ്റ്റ് പ്രോജക്റ്റിന് പിന്തുണ കൊടുക്കുന്ന പ്രസ്താവന നടത്തിയെന്ന് പറഞ്ഞാൽ അതും ഡൈജസ്റ്റബിൾ അല്ല. പക്ഷേ ഇപ്പോൾ അടുത്ത് ഇവിടെ ബീഹാർ തിരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. ഉദാഹരണം നോക്കുക, ബീഹാറിൽ ഈ ഗഡ്ബന്ധൻ, ഇവരുടെ മഹാഗഡ്ബന്ധൻ, RJD ഉണ്ട്, CPI ഉണ്ട്, CPM ഉണ്ട്, CPML ഉണ്ട്, കോൺഗ്രസ് ഉണ്ട്. അപ്പോൾ കോൺഗ്രസ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന വാർത്ത, കോൺഗ്രസ് കഴിഞ്ഞ വർഷം മത്സരിച്ച 70 സീറ്റ് ഇത്തവണ കൊടുക്കില്ല, 15 സീറ്റൊക്കെ കുറവ് വരുത്തിയേക്കാം, അത് CPML കുറച്ചധികം കൊടുക്കേണ്ടി വരും, അങ്ങനെയൊക്കെയാണത് വരുന്നത്. അപ്പോൾ അടുത്ത ആഴ്ച മുതൽ ഒരു പക്ഷേ അവിടെ ഇലക്ഷൻ ക്യാമ്പയിൻ തുടങ്ങാൻ പോയിരിക്കും. അപ്പോൾ അവിടെ BJPക്കാർക്ക് ഈ ചങ്ങായി കഴിഞ്ഞ ആഴ്ച ഇതാണ് കേട്ടോ കേരളത്തിൽ പ്രസംഗിച്ചത്, ആമാരാണ് ഇവിടെ ഒന്നിച്ച് മത്സരിക്കുന്നതൊക്കെ പറഞ്ഞൊരു പ്രൊപ്പഗാൻഡ പർപ്പസിൽ അത് ഉപയോഗിക്കാൻ പറ്റും. അതിലപ്പുറം എന്തോ ഒരു കൊടിയ പാതകമാണ്, രാഷ്ട്രീയമായ ധിഷണയില്ലാത്തൊരു സംസാരമാണ് രാഹുൽ ഗാന്ധി നടത്തിയത് എനിക്ക് അഭിപ്രായമില്ല. അജിം സാർ, ഇതിപ്പം രാഹുൽ ഗാന്ധി എപ്പോൾ CPM വിമർശിച്ചാലും അത് കേരളത്തിലെ CPM സഹിക്കില്ല. അത് തന്നെയാണ് ഇപ്പോഴും സംഭവിച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു. ഇല്ല, ഇത് കുറേ കൂടി ഒരു ആഴമുള്ള പ്രസ്താവനയാണ്. അത് വെറുതെ പറഞ്ഞു പോയത് അശ്രദ്ധമായി രാഹുൽ ഗാന്ധി പറഞ്ഞതുമല്ല. കാരണം രാഹുൽ ഗാന്ധി 2004 സജീവ രാഷ്ട്രീയത്തിലേക്ക് വന്നതിന് ശേഷം CPM സവിശേഷമായി തന്നെ വിമർശിക്കാറുണ്ട്. പ്രത്യേകിച്ചും ബംഗാളിലെയും ത്രിപുരയിലെയും CPM നടത്തുന്ന വയലൻസാണ് പ്രധാനമായും രാഹുൽ ഗാന്ധി അന്ന് വിമർശിച്ചിട്ടുള്ളത്. പിന്നീട് നമ്മൾ കാണുന്നത് സീതാറാം യെച്ചൂരിയും രാഹുൽ ഗാന്ധിയും തമ്മിലുള്ള ഒരു സൗഹൃദമുണ്ട്. ആ സൗഹൃദ സമയത്ത് CPM അങ്ങനെ കാര്യമായി ആക്രമിക്കാൻ രാഹുൽ ഗാന്ധി തയ്യാറായിട്ടില്ല. അദ്ദേഹം കൂടുതലായും RSSന് നേരെയാണ് അദ്ദേഹത്തിൻ്റെ തോക്ക് തിരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നത്. ഈ സെൻട്രിസ്റ്റ് പാർട്ടി എന്നതിനപ്പുറം ഒരു സെൻട്രൽ ലെഫ്റ്റ് പാർട്ടിയാണ് കോൺഗ്രസ്. ഒരു സോഷ്യലിസ്റ്റ് പാരമ്പര്യമുള്ളൊരു പാർട്ടി കൂടിയാണ്. കാരണം സോഷ്യലിസം എന്ന പദം തന്നെ നമ്മുടെ ഭരണഘടനയിൽ കൊണ്ടുവരാൻ കോൺഗ്രസ്സാണ് മുൻകൈ എടുത്തിട്ടുള്ളത്. അവർ സ്വയം തന്നെ പറയുന്നത് ഞങ്ങളുടേത് ഗാന്ധിയൻ സോഷ്യലിസമാണ് എന്നൊക്കെയാണ്. അപ്പോൾ ഈ സോഷ്യലിസവും CPM കമ്മ്യൂണിസവും തമ്മിലുള്ള വ്യത്യാസവും അവർ തമ്മിലുള്ള എതിർപ്പും അതിൻ്റെ ചരിത്രപരമായ വ്യത്യാസങ്ങളും ഒക്കെയാണ് രാഹുൽ ഗാന്ധിയുടെ ആ പ്രസ്താവനയിൽ കാണാൻ കഴിയുക. അപ്പോൾ നമുക്ക് നോക്കുക, റഷ്യൻ വിപ്ലവം ഉണ്ടായി. നമ്മൾ റഷ്യൻ വിപ്ലവത്തെക്കുറിച്ച് പറയുന്നത് സാർ ചക്രവർത്തിമാർക്കെതിരായിട്ട് നടന്ന ബോൾഷെവിക്കുകളുടെ വിപ്ലവമാണ് എന്നാണ് നമ്മളൊക്കെ പഠിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ റഷ്യൻ വിപ്ലവത്തിന് 2 ഘട്ടമുണ്ട്, ഒന്ന് ഫെബ്രുവരിയിലും ഒന്ന് ഒക്ടോബറിലും. ഒക്ടോബറിൽ കാണുന്ന വിപ്ലവമാണ് ഒക്ടോബർ വിപ്ലവം എന്ന് പറഞ്ഞാൽ ലോകപ്രശസ്തമായ വിപ്ലവം. യഥാർത്ഥത്തിൽ ഒക്ടോബർ വിപ്ലവം എന്താണ്? അത് സാറിനെതിരാണ് വിപ്ലവമല്ല. ഫെബ്രുവരി നടന്ന വിപ്ലവത്തിൽ അതിൽ കമ്മ്യൂണിസ്റ്റുകാരും ബോൾഷെവിക്കുകളും മെൻഷെവിക്കുകളും സോഷ്യലിസ്റ്റുകളും അനാർക്കിസ്റ്റുകളും എല്ലാം ചേർന്ന ഒരു വലിയ ജനത ഈ സാർ ഭരണകൂടത്തെ അട്ടിമറിച്ച് അവിടെ ഒരു ഇടക്കാല സർക്കാരുണ്ടാക്കി. ആ സർക്കാരിനെ അട്ടിമറിക്കാൻ നടന്ന വിപ്ലവമാണ് ഈ പറയുന്ന ഒക്ടോബർ വിപ്ലവം എന്ന് പറയുന്നത്. ആ ഒക്ടോബർ വിപ്ലവം യഥാർത്ഥത്തിൽ ആർക്കെതിരാണ്? സോഷ്യലിസ്റ്റുകൾക്കും അനാർക്കിസ്റ്റുകൾക്കും എതിരായിരുന്നു. അപ്പോൾ സോഷ്യലിസ്റ്റുകൾ പലരും നാട് കടത്തപ്പെട്ടു, പിന്നീട് അവരെ എക്സിക്യൂട്ട് ചെയ്യപ്പെട്ടു, ചിലരെ പിടിച്ച് ഗുലാഗുകളിലിട്ടു. അപ്പോൾ ഈ സോഷ്യലിസം എന്ന് പറയുന്നത്, അപ്പോൾ നമ്മൾ വിചാരിക്കും സോഷ്യലിസ്റ്റ് റവല്യൂഷണറികൾ തന്നെയായിരുന്നു അവർ. വർഷങ്ങളായി ഈ പറഞ്ഞ ഭരണകൂടത്തിനെതിരെ വിപ്ലവ പ്രവർത്തനം നടത്തിയ ആളുകളെയാണ് അട്ടിമറിച്ച് അവരെ തടവിലാക്കുകയോ എക്സിക്യൂട്ട് ചെയ്യുകയോ നാട് കടത്തുകയോ ചെയ്തത്. ആ ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിലാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വയലൻസിനെ കുറിച്ച് രാഹുൽ ഗാന്ധി പറയുന്നത്. രാഹുൽ ഗാന്ധി മുമ്പ് അത് പറഞ്ഞിട്ടുണ്ട്, 2004 പറഞ്ഞിട്ടുണ്ട്, 2009 പറഞ്ഞിട്ടുണ്ട്. CPM വിമർശിക്കുമ്പോഴൊക്കെ പറയുന്നത് ഈ RSSനെ പോലെ വയലൻസ് ഉള്ളിൽ പേറുന്ന ഒരു പ്രത്യയ ശാസ്ത്രമാണ് കമ്മ്യൂണിസം എന്നാണ് അദ്ദേഹം പറയുന്നത്. ആ വയലൻസിനോടാണ് എതിർപ്പ്. അപ്പോൾ സോഷ്യലിസ്റ്റുകളും കമ്മ്യൂണിസ്റ്റുകളും തമ്മിലുള്ളൊരു ഐഡിയോളജിക്കൽ ഡിഫറൻസാണ് രാഹുൽ ഗാന്ധി അവിടെ പറയുന്നത്. അതൊരു ഐഡിയോളജിക്കൽ ടോക്കാണ്. അതിനപ്പുറം എന്താണ് പറയുക, പ്രായോഗിക രാഷ്ട്രീയത്തിൽ ഒരു മുന്നണി രാഷ്ട്രീയത്തിൽ ഉള്ളൊരു ടോക്കായിട്ട് അതിനെ കാണേണ്ടതില്ല. പ്രത്യേകിച്ചും ഇപ്പോൾ കേരളത്തിൽ വന്നിട്ട് കേരളത്തിൽ കോൺഗ്രസും CPM എതിരെ നിൽക്കുകയാണ്, അതുകൊണ്ട് ഇവിടെ ഒന്ന് CPMനെതിരെ എന്തെങ്കിലും പറഞ്ഞു കളയാം എന്നുള്ളതല്ല ആ പ്രസംഗത്തിൻ്റെ ടോട്ടൽ എടുത്ത് പരിശോധിക്കുമ്പോൾ ആ പ്രസംഗത്തിൻ്റെ ഉദ്ദേശവും അതല്ല. ഏതെങ്കിലും തെരഞ്ഞെടുപ്പ് ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുമല്ല രാഹുൽ ഗാന്ധി അത് പറഞ്ഞിട്ടുള്ളത്. മുമ്പ് തെരഞ്ഞെടുപ്പ് കാലത്ത് CPMനെയും പിണറായി വിജയൻ സർക്കാരിനെയും സ്പെസിഫിക്കായിട്ട് വിമർശിച്ചിട്ടുമുണ്ട്. പക്ഷേ ഈ ടോക്ക് ഈ സർക്കാരിനെ വിമർശിക്കാനോ അല്ലെങ്കിൽ CPMനെ വിമർശിക്കാനോ അല്ല. അതേ ഒരു രാഷ്ട്രീയ ഐഡിയോളജിയുടെ വ്യത്യാസങ്ങൾ, കോൺഗ്രസ് പിന്തുടരുന്ന ഐഡിയോളജിയും CPMൻ്റെ ഐഡിയോളജിയും നമ്മൾ വ്യത്യാസമായിട്ട് അദ്ദേഹം ഡിഫറൻഷ്യേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ RSSനെയും CPMനെയും ഞങ്ങൾ എതിർക്കുന്നു ഐഡിയോളജിക്കലി എന്ന് അതിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അതായത് രാഹുൽ ഗാന്ധിക്ക് അറിയാം ഇന്ത്യ ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി RSS ആണ്. ഒരു ഫാഷിസ്റ്റ് സ്വഭാവത്തോടെ ഒരു ഫാഷിസ്റ്റ് ഭരണകൂടം ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെതിരെ ഇന്ത്യ മുന്നണി രൂപീകരിച്ച് തങ്ങൾ ഐഡിയോളജിക്കലി എതിർക്കുന്ന വയലൻസ് ഉള്ളിൽ പേർന്നുന്ന വിമർശനത്തോടൊപ്പം തന്നെ എതിർപ്പുള്ള ഒരു CPM എന്നൊരു പാർട്ടി കൂടിച്ചേർന്നാണ് അതിനെ എതിർക്കുന്നത്.
ഫാഷിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിൽ, പ്രത്യേകിച്ച് ദേശീയ തലത്തിലെ ഫാഷിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിൽ CPM-ൻ്റെ ആത്മാർത്ഥതയെക്കുറിച്ചോ അല്ലെങ്കിൽ അവർ പങ്കുവഹിക്കുന്നില്ല എന്നുള്ള പരാതിയൊന്നും രാഹുൽ ഗാന്ധിക്കോ കോൺഗ്രസിനോ ഇല്ലല്ലോ. അപ്പോൾ ഇവിടെ വന്നാൽ അത് പറയേണ്ടതുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അതൊരു മുന്നണി മര്യാദയുടെ ഭാഗം കൂടിയാണ്. പ്രത്യേകിച്ച് അദ്ദേഹം പ്രതിപക്ഷ നേതാവാണ്. ഒരു മുന്നണി മര്യാദയുടെ ഭാഗമായിട്ട് അതൊക്കെ പറയേണ്ടതുണ്ടോ? RSSനെ കുറിച്ച് പറയാം. അതിൽ സവിശേഷമായി ഇപ്പോൾ മാർക്സിസത്തിൻ്റെ, കമ്മ്യൂണിസത്തിൻ്റെ വയലൻസിനെ കുറിച്ച്, അതിൻ്റെ ടോട്ടലിറ്റേറിയൻ സ്വഭാവത്തെക്കുറിച്ചൊക്കെ സൈദ്ധാന്തികമായി ഉപന്യസിക്കേണ്ട കാലം കഴിഞ്ഞു. അതൊക്കെ 10 കൊല്ലം മുമ്പൊക്കെയാണ്. ഓക്കെ, സോവിയറ്റ് യൂണിയൻ ഇല്ലാതായി. ഇന്നിപ്പോൾ ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്ത് മാത്രം നിലനിൽക്കുന്നൊരു ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ ഇപ്പോൾ എന്താണ് പറയുക, ഈ തൊഴിലാളി വർഗത്തിൻ്റെ സർവാധിപത്യം എന്ന് ഭരണഘടനയിൽ എഴുതി വെച്ചിട്ട് പോലും ഇവിടെ ജനാധിപത്യത്തിലൂടെ അധികാരത്തിൽ വന്നൊരു സർക്കാർ ഒരു കമ്മ്യൂണിസ്റ്റ് സ്വഭാവമാണ് കാണിക്കുന്നത്? അല്ല, ഒരിക്കലുമല്ല. സോഷ്യലിസ്റ്റ് പോലെയോ ഇപ്പോൾ പറയുന്ന പോലെ ഒരു ഉട്ടോപ്യൻ ഒരു ജനാധിപത്യ സോഷ്യലിസ്റ്റിനെ പോലെയാണ് ആ ഭരണകൂടം പെരുമാറുന്നത്. ആ പാർട്ടി എങ്ങനെയാണ് പെരുമാറുന്നത്? വയലൻസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ തർക്കം വേറെ. അപ്പോൾ അങ്ങനൊരു സൈദ്ധാന്തിക ചർച്ച നടത്തുന്ന ഒരു സമയമല്ല ഇതെന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ചും ഒരു മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ദുർവ്യാഖ്യാനം ചെയ്യപ്പെടാനും ദുർപ്രചാരണത്തിന് ഉപയോഗിക്കാനും സാധ്യതയുള്ള അത്തരം കുഞ്ഞുങ്ങൾ ഒഴിവാക്കുകയായിരുന്നു രാഹുൽ ഗാന്ധിക്ക് നല്ലത്. യെസ്, ഇതിലെ പോസിറ്റീവ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആശയപരമായി രണ്ട് ഭാഗത്ത് നിൽക്കുമ്പോഴും രാജ്യത്തെ പൊതുശത്രുവിനെതിരെ ഒന്നിച്ചു നിൽക്കാൻ ഇവർക്ക് കഴിയുന്നു എന്നുള്ളതാണ് അവിടുത്തെ പരമമായ സത്യം.